ആദ്യത്തെ പെൻഷൻ നടപ്പിൽ വെച്ചത് EK9 നടന്നിട്ട് ഫോട്ടോ കൊടുത്തിന്. മറ്റിപ്പോൾ EK9 ശബ്ദം ഒന്നിലും കാണുന്നില്ലല്ലോ. അത് ഇതിനിടയ്ക്ക് പേപ്പറിൽ എഴുതിയിട്ടുണ്ടല്ലോ ദേശാഭിമാനിൽ. അതെങ്കിലും അവർ ചെയ്തൊരു ഉപകാരം. സഖാവ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം വന്നത് കർഷക തൊഴിലാളി ഇവർക്കൊക്കെയുള്ള പെൻഷൻ. അതൊന്നും ഓർക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അതിന് ഇത് എന്താ അതിൻ്റെ ഒരു തുടക്കം എന്ന് വെച്ചാൽ, ഈ സഖാവ് ഈ രാത്രിയിലും ഈ തെക്ക് വടക്ക് ഈ ചെറുവത്തൂർക്ക് സഖാവിൻ്റെ മണ്ഡലം തൃക്കരിപ്പൂര് മണ്ഡലമാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇവിടെ വന്നാൽ ആ ഭാഗത്തായിരിക്കും പല പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ ഈ മീറ്റിങ്ങെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രി 10:30 11 മണിക്കെല്ലാം വന്നിട്ട് ഞാൻ ഉറങ്ങുന്നുണ്ടാവും. അപ്പുറത്താണ് നേരെ ഈ വീടൊന്നും എടുത്തിട്ടുണ്ട്, അപ്പുറത്തെ സഖാവിൻ്റെ വീട്ടിൽ. അപ്പോൾ മേലെയാണ്. അപ്പോൾ കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഞാൻ എണീറ്റ് മേലെ നിന്ന് നോക്കും. ഒരു സഖാവ് നടന്നിട്ട് അവിടെ ഉള്ളിലുള്ളന്നേരം വരില്ല, പണ്ടത്തെ ഇതല്ല. അങ്ങനെ അപ്പോൾ വന്നിട്ട് എന്നോട് നീ എന്ത് 10 മണിക്ക് കിടന്നുറങ്ങ്, നീ കാണുന്ന എൻ്റെ മീറ്റിങ്ങിന് ഓരോ സ്ഥലത്തും അമ്മമ്മമാരും അമ്മാമ്മമാരും ഇങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് വരുന്നു അവരെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ വന്ന് കെട്ടിപ്പിടിക്കും, ഇങ്ങനെ പണ്ട് ഒളിച്ച സ്ഥലമല്ലേ. അപ്പോൾ അവിടുത്തെ കാരണവന്മാരല്ലേ വരുന്ന്. അപ്പം അങ്ങനെയുള്ളവർ വന്ന് വിളിക്കുമ്പോൾ സഖാവിന് തന്നെ ഒരു ഇത് സന്തോഷവും ഇതും. പക്ഷേ കൊടുക്കാൻ വെച്ചാൽ ആർക്കെല്ലാം കൊടുക്കുക, അത്രയും ആൾ വന്നിരിക്കുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ പേരില്ല ഞാൻ ചോദിച്ചത്, അല്ലാതെ ഇങ്ങനെ എല്ലാവരും നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നു, എല്ലാവരും നിങ്ങൾ എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളെന്ത് കൊടുത്തു? എന്തെങ്കിലും നിങ്ങൾക്ക് ചായ പിടിക്കാൻ കൊടുക്കണ്ടേ? ഞാൻ എത്രയാക്കാ കൊടുക്കുക? അത് അങ്ങനെ ഇതിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ കാർഷിക പെൻഷൻ, അറിയാ. അതാണ് ആദ്യത്തെ പെൻഷൻ. അത് ഇതിനിടയ്ക്ക് പേപ്പറിൽ എഴുതിയിട്ടുണ്ടല്ലോ ദേശാഭിമാനിൽ. അതെങ്കിലും അവർ ചെയ്തൊരു ഉപകാരം. ആദ്യത്തെ പെൻഷൻ നടപ്പിൽ വെച്ചത് EK9 നടന്നിട്ട് ഫോട്ടോ കൊടുത്തിന്. മറ്റിപ്പോൾ EK9 ശബ്ദം ഒന്നിലും കാണുന്നില്ലല്ലോ. അത് നോക്കി. അത് അങ്ങനെ അന്നുണ്ടായിരുന്നു സഖാവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട്. ആദ്യത്തെ പെൻഷൻ നടപ്പിൽ വരുത്തിയത് ഈ കാർഷിക പെൻഷനാണ്. എന്നിട്ട് പിന്നെയാണ് അതിനോടനുബന്ധിച്ച് പല പല പെൻഷനും വന്നു. ആ 45 രൂപയെന്നാ ഇന്നിപ്പം 3600 അത്ര വാങ്ങുന്ന. 3200 എത്തിയില്ലേ? ആ 45 എത്തുന്നു. എന്നിട്ട് എന്നോട് എനിക്ക് ഡോക്ടർ ലളിത മരിച്ചുപോയി തിരുവനന്തപുരത്ത്. ഞാൻ പോയാലിപ്പം ഡോക്ടർ ലളിത എന്നെ കണ്ടിട്ടേ വരും, എൻ്റെ ഡോക്ടറാണ്. അപ്പോൾ ഒരു ചക്കപ്പരം നടത്തിയിട്ടേ വരുള്ളൂ. അപ്പോൾ ഡോക്ടർ കുറേ ചെറിയ ചെറുപ്പക്കാരികളുണ്ട് ഡോക്ടർമാർ, ഇതെല്ലാം കഴിഞ്ഞ് വന്ന ഉടനെയുള്ളവരെല്ലാം. അപ്പോൾ അവർക്കെല്ലാം ഞാൻ പോകുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പറയാം, നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിന്നെ ബുക്ക് ഞാൻ എഴുതിയ ബുക്ക് ഞാൻ വായിച്ചു, പക്ഷേങ്കിൽ ഓരോ പെൻഷനെ പറ്റിയിട്ടും കൊടുത്തതും അവർ പറയും. പിന്നെ എന്തോ ഒരു കാര്യം കൂടെ അതും കൂടി ചെയ്യാമായിരുന്നു സാറിന്, ഏതാണെന്ന് എനിക്ക് ഇപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെയാണ് അപ്പോൾ അതെല്ലാവരും അത് അംഗീകരിച്ചൊരു കാര്യമാണെന്നല്ല. ആ 45 രൂപ കാർഷിക പെൻഷനാണ് ഇന്ന് കാണുന്ന മറ്റു എല്ലാ പെൻഷനുകളും. ഇങ്ങനെ പല 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 പെൻഷനും വന്നത് ഈ കാർഷിക പെൻഷനാണ് ആദ്യം നടപ്പിൽ വന്നത്. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും സാധാരണ ജനങ്ങളോട് നേരിട്ട് ടെലിവിഷൻ വഴി സംസാരിക്കാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കാം. ഈ ഒറ്റ മുഖ്യമന്ത്രിക്ക് അതിനുള്ളത് അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ നോക്ക്. അതിന് മുമ്പൂല പിമ്പൂല. അത് ഗീത തന്നെ ആലോചിച്ചാൽ മതിയല്ല. ഞാൻ പറയുന്നില്ല, ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു കാണുമായിരുന്നു ആ പ്രോഗ്രാം. ഞാൻ ഇരുന്ന് കാണും. ഞാൻ കാണുന്ന മാത്രമല്ല, സഖാവ് എല്ലാ സൺഡേ അത് കഴിഞ്ഞിട്ടേ ഓഫീസിൽ പോകുള്ളൂ. സഖാവ് അത് കണ്ടിട്ട് പിന്നെ ഞാനങ്ങ് ഈ മദ്രാസ് എയർപോർട്ടിലെല്ലാം ഇറങ്ങുമ്പോൾ അവിടുത്തെ ലേഡി ഓഫീസർമാരെല്ലാം വന്ന് എന്നോട് പറയും, കെട്ടിപ്പിടിച്ച്, അയ്യോ മാഡം, ഞങ്ങൾ സാറിൻ്റെ ആ പരിപാടി മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്നുള്ള പരിപാടി കണ്ടിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും പള്ളിയിലും കൂടെ പോവുള്ളൂ ആ സൺഡേ. അങ്ങനെ പലതവണ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു വലിയൊരു അഭിമാനമല്ലേ, അത് വലിയ അഭിമാനമായിട്ട് തോന്നും. അങ്ങനെ നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്, നാട്ടുകാർക്ക് വേണ്ടിയല്ലേ. അത് നമുക്ക് വലിയൊരു അഭിമാനമല്ലേ ഇത് നാട്ടിന് വേണ്ടി ചെയ്യുന്നത്. ടീച്ചർ അക്കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്ലിഫ് ഹൗസ് വെച്ച് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ട്, ഗീതേ ആ വണ്ടി കിടക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞ ഒന്നും അത് ഓടുകയില്ല, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചു തരാം. അതെ അതെ. അപ്പൊ ടീച്ചറിന്റെ ഒക്കെ ആവശ്യത്തിനും അങ്ങനെയല്ലായിരുന്നു? അല്ല, ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിനൊരു വണ്ടിയുണ്ട് അവിടെ. അതുണ്ട്. അതല്ലാതെ ഔദ്യോഗിക വാഹനങ്ങളിലൊന്നും. അയ്യോ, സഖാവിൻ്റെ കൂടെ ഈ എയർപോർട്ടിൽ പോകുന്ന ദിവസം
പോവാ ഞാൻ ഈ ഡൽഹിയിൽ ഉം. ഞാൻ അവസാന സഖാവിനങ്ങനെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. ആ സമയത്ത് ഞാൻ ഡൽഹി പോകുമ്പോൾ എല്ലാം ഈ PBക്ക് പോകുമ്പം ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് പോകാറുണ്ട്. മറ്റേടെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുന്നൊന്നുമില്ല. എവിടെയും കൂട്ടിക്കൊണ്ടു പോയിട്ടില്ലല്ലോ, എവിടെയും. ആകെ ഒരു ഈ എത്ര തവണയാണ് 3 തവണ മുഖ്യമന്ത്രിയായിട്ട് പോയത്, ആകെ ഒരു ലണ്ടൻ യാത്ര. സഖാവിന് ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്നേരം സാരഥേനെ കൂട്ടി അങ്ങനെ മലേഷ്യ വഴി, മലേഷ്യയിൽ ഒരു ദിവസം മലേഷ്യയിൽ കുറേ മലയാളികളുണ്ട്. അവർ അവിടെ ഒരു പരിപാടി വെച്ചു. അന്ന് അവിടെ അങ്ങനെ 2 ദിവസം മലേഷ്യയിൽ താമസിക്കേണ്ടത്. അവിടെ വലിയ മലയാളി ഒരു സംഘം നമ്മളെ ഈ തളിപ്പറമ്പിലുള്ളവരിൽ തന്നെ. അങ്ങനെ 1-2 ദിവസം PJ ജോസഫായിരുന്നു കൂടെ, നമ്മളെ ഭാര്യയുണ്ട്. അങ്ങനെ അമേരിക്കയിൽ പോയി. സഖാവിന്റെ മറ്റൊരു പ്രത്യേകത ടീച്ചറെ, ആകെ പോയതാണ് ഒരു യാത്ര, ഒരു ഗൾഫ് യാത്ര. ആകെ ഒരു തവണ. അതെന്നാ പറ്റി? അല്ല അതെന്താ, മലേഷ്യയിൽ മലയാളികൾ ക്ഷണിച്ചു സഖാവിനാ. അവനെ ക്ഷണിക്കുമ്പോൾ ടീച്ചറേയും കൊണ്ടുവരണമെന്ന് പറഞ്ഞവര്. അങ്ങനെ അതെ, PJ ജോസഫിന്റെ ഭാര്യയുണ്ട്, ഡോക്ടർ, ഞാനും. ഞങ്ങൾ മുറിയിൽ താമസിച്ച് അങ്ങനെ ലണ്ടനിൽ പോയി. ലണ്ടനിൽ കുറച്ച് സ്ഥലമെല്ലാം കണ്ട്, പ്രധാനമായിട്ട് കാണേണ്ട സ്ഥലമെല്ലാം കണ്ട്